നമസ്കാരം. ഔട്ട് TV 24/7 ഇന്ന് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് എത്തിയിട്ടുള്ളത്. ഈ സ്പെഷ്യൽ ഗസ്റ്റിന് ശരിക്കും സ്പെഷ്യലാണ്. അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട സാബിർ കെ വിയെ പരിചയപ്പെടുകയാണ്. എല്ലാവർക്കും സാബിറിനെ കുറിച്ച് അറിയാനുള്ളൊരു അവസരം കൂടെയാണ്. സാബിർ, നമസ്കാരം. നമസ്കാരം. ശരിക്കും ഞാൻ സാബിറിനെ കുറിച്ച് ഈ അടുത്ത സമയത്താണ് അറിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുസ്തകമാണ് എന്നെ ഒരു പുസ്തകം ഞാനൊരു ഫേസ്ബുക്കിലാണ് കണ്ടത്. ഓക്കെ, അപ്പോൾ കാണുമ്പം എനിക്ക് തന്നെ എൻ്റെ മനസ്സിൽ തോന്നി തീർച്ചയായിട്ടും ഈ ഒരു സ്പെഷ്യൽ മനുഷ്യനെ പരിചയപ്പെട്ടേ പറ്റുള്ളൂ. അത് പരിചയപ്പെടുക മാത്രമല്ല, മറ്റുള്ള ആൾക്കാർ കൂടെ അങ്ങ് അനുഭവിച്ചു വന്ന ആ ലോകത്തിൻ്റെ ഒരു എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കണം എന്നൊരു തോന്നലാണ് എന്നെ ഇവിടെ എത്തിച്ചതും നമ്മൾ തമ്മിലുള്ള ഈ ഒരു ഇൻട്രാക്ഷൻ. ഓക്കെ, സന്തോഷം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാബിർ എന്നറിയപ്പെടുന്നതിനായിട്ടും കൂടുതൽ ഇപ്പോൾ ഈ ഒരു സർക്കിളിൽ അറിയപ്പെടുന്നത് അല്ലൂസിൻ്റെ ഉപ്പ എന്നുള്ള രീതിയിലാണ്. അലൻ എന്നാണ് എൻ്റെ മോൻ്റെ പേര്. ഈ നിങ്ങൾ കണ്ട പുസ്തകം അല്ലൂസിനൊപ്പം അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ ഉണ്ട് ഇംഗ്ലീഷിലോട്ട്. ഞാൻ ആദ്യം എഴുതിയത് മലയാളത്തിലാണ്. ഈ പുസ്തകങ്ങൾ എഴുതാനുള്ള കാരണവും ഇങ്ങനെ ഞാൻ കാര്യങ്ങളൊക്കെ അങ്ങനെ തുറന്നു പറയാനുള്ള ഒരു പ്രചോദനമൊക്കെ ആവുന്നത് അല്ലൂസ് എന്ന മോൻ തന്നെയാണ്. ഞങ്ങൾ നാല് പേരാണ് ദുബൈയിൽ ജീവിക്കുന്നത്. ഭാര്യ, പിന്നെ മൂത്ത മോന് 18 വയസ്സായി, അവൻ കോളേജിൽ പോകുന്നു. പിന്നെ രണ്ടാമത്തെ മോനാണ് അലൻ. സബിത പിന്നെ ഞങ്ങളുടെ കൂടെ ഇതിൻ്റെ ഒരു പില്ലറായിട്ട് മോനെ പഠിപ്പിക്കാനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനും കോർഡിനേറ്റ് ചെയ്യാനായിട്ട് കൂടെയുണ്ട്. അപ്പോൾ ഈ അല്ലൂസിനൊപ്പം അല്ലെങ്കിൽ ടുഗദർ വിത്ത് അല്ലൂസ് എന്നുള്ള പുസ്തകം ഞങ്ങളും അല്ലൂസുമായിട്ടുള്ള യാത്രയുടെ എല്ലാ വിശദാംശങ്ങളും ചേർത്തതാണ്. ഈ പുസ്തകം എഴുതാനുള്ള പ്രചോദനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ കടന്നു പോകുന്ന, ഞങ്ങൾ അനുഭവിക്കുന്ന, ഞങ്ങൾക്ക് കിട്ടിയ അറിവുകളൊക്കെ സമാന പാതയിലുള്ള എല്ലാവർക്കും കൂടി ഷെയർ ചെയ്യാനും കൂടിയിട്ടാണ്. അത് ഞങ്ങൾ 2017 ഈ സ്റ്റേജിലോട്ട് വരുമ്പോൾ ഈ ഞങ്ങൾക്കുണ്ടായിരുന്ന അറിവ് ടിപ്പിക്കലി 0 ആയിരുന്നു. അതായത് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇതെന്താണ് അവസ്ഥ, ഇതിൻ്റെ റിപ്പക്കേഷൻസ് എന്താണ് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. അല്ല, ഒരു ചോദ്യം. അതായത് അല്ലൂസ് ജനിച്ചത് 2014. അതെ. അപ്പം നാച്ചുറലി ഒരു മകനുണ്ട്, രണ്ടാമത്തെ കുഞ്ഞ് പിറന്നു, അതിൻ്റെ ഒരു ഇതായിട്ട് പോവാണ്. എപ്പോഴാണ് മകൻ ഒരു സ്പെഷ്യൽ ആണെന്ന് തിരിച്ചറിയുന്നത്? ഓക്കെ, അപ്പോൾ അത് പറയുന്നതിന് മുന്നേ എൻ്റെ ഒന്നാമത്തെ മോനെ പറ്റിയിട്ട് പറയണം. അവന് വളരെ സ്മാർട്ടായിട്ടുള്ള, വളരെ കേപ്പബിളായിട്ടുള്ള, ടോട്ടലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അവൻ. ഇപ്പോൾ ഞങ്ങളുടെ ഈ യാത്രയിൽ പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് പറ്റാത്ത അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവൈലബിൾ അല്ലാത്ത സമയങ്ങളിൽ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അവനാണ്. ഉദാഹരണത്തിന് അവനെ സെൻറ്ററിലോട്ട് കൊണ്ടുപോകുന്നതൊക്കെ. അപ്പോൾ വളരെ നോർമലായിട്ടുള്ള അല്ലെങ്കിൽ ന്യൂറോട്ടിപ്പിക്കൽ, അങ്ങനെ തന്നെ ചോദിച്ചാൽ ന്യൂറോ ഡൈവേർജൻറ്റും ന്യൂറോ ടിപ്പിക്കലും ആയിട്ടുള്ള 2 കുട്ടികളുടെ ഫാദറാണ് ഞാൻ. അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ 2 പേരുമുണ്ട്. അപ്പോൾ പിന്നെ ആദ്യത്തെ മോൻ ജനിക്കുന്നത് 2007-ലും രണ്ടാമത്തെ മോൻ ജനിക്കുന്നത് 2014-ലുമാണ്. 2014 അല്ലൂസ് ഉണ്ടാവാൻ കാരണം തന്നെ ഞാനത് പറഞ്ഞിട്ട് മൂത്ത മോൻ്റെ ആവശ്യപ്രകാരമാണ്. എനിക്കൊരു സിബ്ലിങ് വേണമെന്ന് പറഞ്ഞിട്ടാണ് അല്ലൂസ് ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യത്തെ 3 വർഷം ഈ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ന്യൂറോ ഡൈവേർജൻ്റ് അല്ലെങ്കിൽ ഓട്ടിസ്റ്റിക് ആയിട്ടൊരു കുട്ടി ഉണ്ടാകുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയില്ല. കാരണം എല്ലാവരും ചിന്തിക്കുന്ന പോലെ തന്നെ 2 പേർ, ഞാൻ നല്ലൊരു ജോലി ചെയ്യുന്നുണ്ട്, സ്മാർട്ടാണ്, എഡ്യൂക്കേറ്റഡ് ആണ്. സബിയും പിന്നെ എന്നെ പോലെ തന്നെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയാണല്ലോ നമ്മുടെ മൈൻഡ് സെറ്റ്. ഒരു ഡോക്ടറുടെ മകൻ ഡോക്ടറുടെ കാലിബറിൽ ജനിക്കും, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറുടെ മോൻ എഞ്ചിനീയറുടെ കാലിബറിൽ ജനിക്കും എന്നാണ് ഒരു വെപ്പ്. പിന്നെ മിക്കവാറും എല്ലാവരും ആ ലൈനിലോട്ട് തന്നെ കുട്ടികളെ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കെ ആദ്യത്തെ 3 വർഷം ഞങ്ങൾക്ക് പിന്നെ വറി ചെയ്യേണ്ട അല്ലെങ്കിൽ കൺസേൺഡ് ആവേണ്ട ഒരു സിറ്റുവേഷനും ഉണ്ടായിട്ടില്ല. അവൻ 9ാം മാസത്തിൽ തന്നെ എണീറ്റ് നിന്നാണ് എൻ്റെ ഓർമ്മ. നടക്കാൻ തുടങ്ങി, കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഈ ചെറിയ 1.5 വയസ്സൊക്കെ ഉള്ളപ്പോൾ ചെറിയ വാക്കുകളൊക്കെ 1-2 വാക്കുകൾ പറഞ്ഞു. പിന്നെ ആ വാക്കുകൾ നിന്ന് 3 വയസ്സ് വരെ ടോട്ടൽ മ്യൂട്ടായിരുന്നു. ഈ ഒരു കൺസേൺ ഒഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല.
പിന്നെ 3-ാമത്തെ വയസ്സ് വരെ സംസാരിക്കാതിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇടയ്ക്ക് ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ ചോദിക്കും ഇതെന്താണ് സംസാരിക്കാത്തത്. അപ്പോൾ അവരും പറയും പീഡിയാട്രിഷ്യൻ ട്രെയിൻഡ് ഡോക്ടേഴ്സ്, അതായത് 15-16 വർഷം പിന്നെ എക്സ്പീരിയൻസ് ഉള്ള പ്രാക്ടീസ് ഉള്ള ഡോക്ടേഴ്സ് അടക്കം പറയുന്നത് അത് പ്രശ്നമൊന്നുമില്ല, അവന് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അത് ശരിയായിക്കോളും. പിന്നെ നമ്മൾ നാട്ടിൽ പോയിട്ട് വീണ്ടും ഒരു തേർഡ് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ 2 പീഡിയാട്രീഷ്യനെ കാണിച്ചു ദുബായിൽ, പിന്നെ ഒരു തേർഡ് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാട്ടിൽ പോകുന്നത്. അയാളുടെ സംശയം പറയുന്നത് അവന് ശ്രദ്ധക്കുറവുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രദ്ധക്കുറവ് എന്ന് പറഞ്ഞാൽ അതൊരു ഓട്ടിസത്തിൻ്റെ ഇൻഡിക്കേഷനാണ്. നിങ്ങൾ ഒന്നുകൂടി തറവായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോഴും ഞങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുക എന്താണ്, സാധാരണ ഒരു എല്ലാവർക്കുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, എന്ത് കുട്ടികൾ സംസാരിക്കാതിരിക്കുന്നത് അവർ കേൾക്കാതിരിക്കുമ്പോഴാണ്, അവർക്ക് മനസ്സിലാവാതിരിക്കുമ്പോഴാണ് അവർ സംസാരിക്കുക. അപ്പോൾ ചെവിക്കാണ് ആദ്യം പ്രശ്നം ഉണ്ടാവുക. അങ്ങനെ ഞങ്ങൾ പിന്നെ വീണ്ടും ENT ചെക്കിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴും മനസ്സിലാവുന്നത് അവൻ്റെ ചെവിക്കോ അല്ലെങ്കിൽ കാഴ്ചക്കോ ഒന്നും പ്രശ്നമില്ല. ഓട്ടിസം ബോർഡർ ലൈൻ എന്നുള്ളൊരു ഒപ്പീനിയൻ അവിടെ നിന്ന് കിട്ടിയപ്പോൾ, നാട്ടിൽ നിന്ന് തന്നെ കിട്ടിയപ്പോൾ അവർ സജസ്റ്റ് ചെയ്തതൊരു മേഖലയാണ്. ഒരു പിന്നെ ഈ കാര്യത്തിനെ പിന്നെ ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യേണ്ടത് വേറെ വിധത്തിലാണ്, അതിന് വേറൊരു ലൈൻ തന്നെ ഉണ്ട്, നിങ്ങൾ ആ രീതിയിലോട്ട് മുന്നോട്ട് പോകണമെന്നാണ്. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരോട്ട് പോകുന്നു. അവിടെ നിന്നാണ് പിന്നെ യാത്ര തുടരുന്നത്. ശരിക്കും അതൊരു അതുവരെ വന്ന ലൈഫ് സ്റ്റൈലിൽ നിന്ന് പെട്ടെന്ന് ഈ ഒരു ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമ്മൾ അതുവരെയുള്ള നമ്മുടെ മൈൻഡ് സെറ്റ് പെട്ടെന്ന് വേറൊരു ലെവലിലോട്ട് പോകും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 8-9 മണിക്കൂർ ഡ്രൈവാണ് നാട്ടിൽ നിന്ന് ബാംഗ്ലൂർക്ക് ഉണ്ടായിരുന്നത്. അതുവരെ ഇവൻ ഞാൻ വളരെ ക്രാങ്കി ആകുമ്പോഴോ കരയുമ്പോഴോ ഞങ്ങൾക്കൊരു കൺസേൺ ഇല്ല. അത് അവൻ്റെ ഒരു കുസൃതിയായിട്ടാണ് കണ്ടിരുന്നത്. ഇപ്പോൾ പണ്ട് ഇവിടെ ടോയ്സൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ മീനിങ് ഫുള്ളായിട്ട് കളിക്കുന്നതിന് പകരം, ഓട്ടിസത്തിൻ്റെ ഫീച്ചേഴ്സാണ്, കളിക്കുന്നതിന് പകരം അത് ലൈന് വെക്കും, അല്ലെങ്കിൽ അതിങ്ങനെ തിരിച്ചിട്ടിട്ട് ഇപ്പോൾ ഒരു കാറ് കിട്ടിക്കഴിഞ്ഞാൽ ടയർ ഇങ്ങനെ ഉരുട്ടോ, ഇതിനൊന്നും മീനിങ് അറിയില്ല. അതൊക്കെ അവൻ്റെ ഒരു കുസൃതിയായിട്ടാണ് ഞങ്ങൾ കണ്ടിരുന്നത്. കാരണം അത് അറിയേണ്ട ഒരു കാര്യമില്ല, സാധാരണ കുട്ടികളൊക്കെ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇത് അറിഞ്ഞത് മുതൽ ഞങ്ങൾ അവനെ നോക്കുന്ന രീതി അങ്ങ് മാറി. അവൻ കരയുന്നത്, ഇപ്പോൾ ഒരു ട്രെയിനിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ബസ്സിലോട്ട് പോകുമ്പോൾ അവൻ മിസ്ബിഹേവ് ചെയ്യും, അല്ലെങ്കിൽ അവൻ വെറുതെ കരയും. കാരണം ആ എൻവിറോൺമെൻറ്റ് അവന് ഇഷ്ടമില്ലായിട്ടാണ്. അത് ഞങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങുകയാണ് ആ സമയത്ത്. അവൻ വെറുതെ അല്ല കരയുന്നത്, ദർ ഈസ് എ റീസൺ ബിഹൈൻഡ് ഇറ്റ്. അത് മനസ്സിലാവുമ്പോൾ ഞങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ ഇങ്ങനെ ഒരു നോർമൽ ഫാമിലി എന്നുള്ള നിലയ്ക്ക് ഒരു സ്പെഷ്യൽ ഫാമിലിയിലോട്ട് ട്വിസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആണ് അപ്പം നമ്മുടെ കുട്ടിയുടെ പ്രശ്നം എന്താണ്, ആ സമയത്ത് ഞാൻ ഈ കുട്ടീനെ അടക്കി പിടിച്ചിട്ട് ബാംഗ്ലൂർക്ക് വറിയായിട്ട് ഡ്രൈവ് ചെയ്ത് ചെല്ലുമ്പോൾ ഈ സെൻറ്ററിൽ മുറ്റത്ത് കുറേ അമ്മമാരിരിക്കുന്നുണ്ട്. ഈ അമ്മമാരുടെ കയ്യിലൊക്കെ ഓരോ കുട്ടികളുണ്ട്, ഇത് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരെ കുട്ടികൾക്കൊക്കെ, എൻ്റെ കുട്ടിക്കുള്ളത് ആകെ സംസാരിക്കില്ല, ഓട്ടിസം വിടും, അവൻ സംസാരിക്കില്ല എന്നുള്ളൊരു കൺസേൺ കാരണമാണ് ഞാനിങ്ങനെ വറിയായിരിക്കുന്നത്. അതുവരെ വളരെ സ്മൂത്തായിട്ട് പോയിരിക്കുന്നൊരു ലൈഫ് പെട്ടെന്ന് ഓട്ടിസം അറിയുന്നു, ഞാനൊക്കെ പറയാവുന്നു, വീട്ടിലെല്ലാവരും പറയാവുന്നു, എല്ലാവർക്കും ഒരു സൈലൻ്റ് മൂഡ്, എപ്പോഴും ഇതിനെ പറ്റിയിട്ട് മാത്രം ചിന്ത, ആരോടും ഒന്നും പുറത്തൊന്നും പറയാതിരിക്കുക. അതായത് എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടില്ല. നമ്മൾ ഇതിനെ അറിയുന്ന, ഈ വിഷയം മാത്രം അറിയുന്ന, ബാംഗ്ലൂരിലെ കാര്യങ്ങൾ മാത്രങ്ങളൊക്കെ ഈ സെൻറ്ററിലെ കാര്യങ്ങൾ മാത്രം അറിയുന്ന കുറച്ച് ആൾക്കാരോട് മാത്രമേ ഈ കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ, ഇപ്പോൾ അത്രയും വറീഡ് സ്റ്റേറ്റിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് അവിടെ കുറേ അമ്മമാർ വളരെ ചീയും കളിയൊക്കെ ആയിട്ട് അവരുടെ CPയും OTയും ഒക്കെ കൂടിയിട്ട് ഇരിക്കുന്ന കുട്ടികളായിട്ട് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ ആദ്യത്തെ ചിന്ത വരുന്നത്, ഞാൻ എന്തിനാണ് ഇങ്ങനെ ഓടുന്നത്? എൻ്റെ മോൻ നടക്കും, ഭക്ഷണം കഴിക്കും, ചിരിക്കും, കുളിക്കും, നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളുണ്ട്, ആകെയുള്ളൊരു പ്രോബ്ലം സംസാരിക്കില്ല എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ അവരെ അതേസമയം ഇതിൽ നടക്കാത്ത കുട്ടികൾ, ഇങ്ങനെ പാരലൈസ്ഡ് ആയിട്ടിരിക്കുന്ന കുട്ടികളടക്കം കൊണ്ട് പിന്നെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുവരുന്ന കുട്ടികൾക്ക്, അമ്മമാർക്കും അച്ഛന്മാർക്കും ഹാപ്പി ആവാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല? അതാണ് ഞങ്ങളുടെ ലൈഫിലെ ആദ്യത്തെ ടേണിംഗ് പോയിന്റ്. ദർ ഇസ് നത്തിങ് മച്ച് ടു വറി, കാരണം നമ്മളൊരു ബെറ്റർ സ്റ്റേറ്റിലാണ്. അങ്ങനെ അവിടുന്ന് അസസ്മെൻ്റൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പറയുന്നത്, ഇത് അവന് കുറേ ടെസ്റ്റ് ഉണ്ട്, ഓട്ടിസം അസസ്മെൻറ്റ്. നമുക്ക് ടെക്നിക്കാലിറ്റീസിലോട്ട് പോകണ്ട, നമുക്ക് വളരെ കാഷ്വലായിട്ട് ഇത് പറഞ്ഞു വിടാം. അപ്പോൾ അവിടെ അവൻ്റെ ഓട്ടിസത്തിൻ്റെ ലെവൽ അറിയാൻ, ഇവൻ്റെ ഏതൊക്കെ ഏരിയയിലാണ് ഇവൻ്റെ പ്രശ്നങ്ങൾ എന്ന് അറിയാൻ ടെസ്റ്റ് നടക്കുന്നു. എന്നിട്ട് അവർ പറയുന്നു മോൻ ഓട്ടിസ്റ്റിക് ആണ്, അതുകൊണ്ട് നിങ്ങൾ ഇതിന് തെറാപ്പിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ്
പോകണം എന്നാണ് അവിടുന്ന് വരുന്നത്. അപ്പോഴും അവിടുന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ആകെ അറിയുന്നതിൻ്റെ ഒരു 10% മാത്രമാണ്. ആകെ ഞങ്ങൾ 2 ദിവസമാണ് അവിടെ സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ യാത്ര അങ്ങ് തുടങ്ങി തിരിച്ച് ഇങ്ങോട്ട് ദുബായിലോട്ട് വരുന്നു. അപ്പം ഈ 2 ദിവസം ബാംഗ്ലൂരിൽ പോയി കുഞ്ഞിൻ്റെ അസസ്മെൻ്റ് ഒക്കെ നടത്തി. അപ്പോൾ അത് നമ്മൾ ഒരു പക്ഷേ വറിയാക്കി. എന്നിട്ട് പിന്നെ ആ മറ്റുള്ളവരുടെ അവസ്ഥ കണ്ടപ്പോഴേക്കും ശരിയാണ്, അവനൊരു സ്പെഷ്യൽ കുഞ്ഞാണ്. ആ സ്പെഷ്യൽ കുഞ്ഞിനെ നമുക്ക് സ്പെഷ്യലായിട്ട് തന്നെ കാണാൻ ഡിസൈഡ് ചെയ്തു. നമ്മളിങ്ങ് വന്നു. ഇവിടെ വന്നിട്ട് അവൻ്റെ ഓരോ സ്റ്റെപ്പും അവൻ സ്പെഷ്യലാണ്, അവൻ എക്സ്ട്രീംലി ബ്രില്യൻ്റ് ആണ്, ദൈവം തന്നൊരു അനുഗ്രഹമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ആ സ്റ്റേജിലേക്ക് അവൻ ആ ഒരു വെക്കേഷനിൽ, അതായത് 2017 ജൂലൈ മാസത്തിലാണ് ഞങ്ങളിത് അറിയുന്നത്. ആ ഒരു വെക്കേഷനിൽ ഞങ്ങൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. നാട്ടിലുള്ള റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ അവൻ അവിടുന്ന് ഇറങ്ങി ഓടി. അതായത് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാതെ ഇറങ്ങി ഓടിയിട്ട് പിന്നെ മുറ്റത്തിങ്ങനെ ഇറങ്ങി നിൽക്കും. എത്ര ആയി കഴിഞ്ഞാലും കുട്ടി റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് കയറില്ല. ഓക്കെ. പക്ഷേ ഈ അസസ്മെൻറ്റിലാണ് അവർ പറയുന്നത് അവന് ഡാർക്ക് ലൈറ്റ്സ് ഇഷ്ടമല്ല, അതായത് ഡിം ലൈറ്റ്സ് ഇഷ്ടമല്ല. നിങ്ങൾ നോക്കൂ, ചില റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഡിം ലൈറ്റും ഒരു ഹട്ടൊക്കെ ഉണ്ടാവും. അതൊരു ഹട്ടൊക്കെ ആയിട്ടുള്ളൊരു ചെറിയ റെസ്റ്റോറൻറ്റാണ്. അവൻ്റെ പ്രശ്നം ആ ലൈറ്റിങ്ങാണ്. ആ ലൈറ്റിങ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവനവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കുട്ടി ഇറങ്ങിയത്. ഞങ്ങൾക്കിത് അറിയില്ല. ഞങ്ങളത് കാണുന്നത് എപ്പോഴും അവൻ്റെ ഒരു വാശിയാണ്. ഈ കുട്ടി ദുർവാശി കാണിക്കുക, ഈ കുട്ടി ദുർവാശി കാണിക്കുകയാണെന്ന് മാത്രമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി അവിടെ ചെന്ന് തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ മൈൻഡ് സെറ്റ് മാത്രം മാറി. അവന് ഈ സാധനങ്ങൾ ലൈൻ വെക്കുന്ന ഒരു ഒബ്സഷനുണ്ട്. ഡാർക്ക് ലൈറ്റ്സ് ഇഷ്ടമല്ല, ഇതേപോലത്തെ കോറിഡോർസ് ഇഷ്ടമല്ല. ഇപ്പം നമ്മുടെ വീട്ടിലെ കണ്ടിട്ടില്ലേ കോറിഡോർസ്, ഈ ഇടുങ്ങിയ കോറിഡോർ ഇഷ്ടമല്ല. പിന്നെ അതേപോലെ തന്നെ അവൻ നടക്കുമ്പോൾ അതായത് ഉപ്പൂറ്റി പൊക്കിയിട്ട്, അതായത് ടോ വാക്കിംഗ് എന്ന് പറയും, ഉപ്പൂറ്റി പൊക്കിയിട്ടാണ് നടക്കുന്നത്. അതവൻ്റെ കളിയല്ല, അതവൻ്റെ ഒരു സെൻസറി പ്രോബ്ലം ഉള്ളതുകൊണ്ട് അങ്ങനെ നടക്കുന്നത്. നനഞ്ഞ പ്രതലങ്ങൾ ഇഷ്ടമല്ല, അതായത് അതാണ് ബാത്റൂമിൽ പോകുമ്പോൾ ഫ്ലോറിൽ വെള്ളം കണ്ടാൽ അവൻ കയറില്ല. മനസ്സിലായോ? അത് പ്രശ്നമാണ്. ഇതിനൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് അവന് തെറാപ്പിയും ട്രെയിനിങ്ങും കൊടുത്തു കഴിഞ്ഞാൽ ശരിയാക്കി കൊണ്ടുവരാൻ പറ്റും. അപ്പം ഞാൻ ആദ്യത്തെ സക്സസ് എക്സാമ്പിൾ പറയും എപ്പോഴും. ആര് ചോദിച്ചു കഴിഞ്ഞാലും പറയുക, ഞങ്ങൾ ആ വെക്കേഷനിൽ തന്നെ അതേ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയിട്ട് അവനെ ഭക്ഷണം കഴിപ്പിച്ചു. ഓക്കെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ലൈറ്റൊക്കെ ഇട്ട് കൊടുത്ത് വീട്ടിൽ ആ എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുത്തു, ഈ ഡിം ലൈറ്റൊക്കെ. എന്നിട്ട് 2 ദിവസം ഇത് കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ അങ്ങനെ പറഞ്ഞിട്ട് വേണം നമ്മൾ അവരെ ഓരോ എക്സ്പീരിയൻസിലും കൊണ്ടുപോകാൻ. അതേ റെസ്റ്റോറൻറ്റിൽ തന്നെ ഭക്ഷണം കഴിച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ പറയുന്നത്, പിന്നെ നാട്ടിലോട്ട് വരുമ്പോഴും ഞങ്ങൾ ഈ ഒരു കുടുംബത്തിൽ മാത്രമേ ഈ ഒരു സംഭവം നടക്കുന്നുള്ളൂ. പുറത്തൊന്നും ഞങ്ങൾ പറയില്ല. കുട്ടിനെ കണ്ടാൽ ഒന്നും തോന്നില്ല. ഇപ്പോഴും കുട്ടിനെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു മേഖലയുള്ളവർക്ക് മാത്രമേ ഇവൻ ഓട്ടിസ്റ്റിക്കാന്ന് മനസ്സിലാവുള്ളൂ. ഞങ്ങൾ ആരോടും അങ്ങോട്ട് പറയില്ല. അപ്പോൾ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്രത്തോളം നമ്മളിലോട്ട് ഒതുക്കി നിർത്തുന്നോ അത്രത്തോളം നമ്മൾ ടെൻസ്ഡ് ആയിരിക്കും. മനസ്സിലായോ? എൻ്റെ പോയിന്റ് അതാണ്. ഒന്ന്, നമ്മൾ ആളുകളോട് സംസാരിക്കണം, ഇൻഫർമേഷൻ എടുക്കണം, അതിന് നമ്മൾ ഓപ്പൺ ആവണം. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളിത് മറ്റുള്ളവരോട് പറയാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ഈ കുട്ടീനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അല്ലേ? നമ്മുടെ കുട്ടീനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ വേറെ ആളും ആക്സെപ്റ്റ് ചെയ്യില്ല. മനസ്സിലായോ? അതാണ് ഞങ്ങളുടെ ആദ്യത്തെ, ഈ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് തിരിച്ചു വന്നപ്പോൾ ആദ്യത്തെ ചേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ എല്ലാവരോടും പറയാം, മോൻ ഇങ്ങനെ പ്രശ്നമുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ തിരിച്ച് ദുബായിലോട്ട് കയറി. അപ്പം ഇവിടെ വന്നു ഓരോ സ്റ്റേജും ഇങ്ങനെ അതിജീവിച്ചു വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി തന്നെ എടുത്തു. അപ്പോൾ പിന്നെ ഈവൻ വളരെ സ്പെഷ്യലാണ്. പിന്നെ എന്താണ് അവന് സംഗീതത്തിലുള്ള ഒരു വാസനയിലോട്ടോ അങ്ങനെയൊക്കെ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്തത്? അതൊക്കെ വലിയൊരു യാത്രയാണ് കേട്ടോ. അതായത് ഇത് ഇവിടെ വന്നപ്പോൾ ഞങ്ങളോട് ബാംഗ്ലൂരിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, അവന് നമ്മൾ പിള്ളേരുടെ കാര്യം പറയുമ്പോൾ എപ്പോഴും അവർ ചെയ്യാത്ത കാര്യങ്ങളെ പറയുള്ളൂ. അപ്പം നമ്മൾ സ്കൂളിലേക്ക് വിടുന്ന കുട്ടിയാണെങ്കിൽ നമ്മളെപ്പോഴാണ് പറയുക, നമ്മുടെ ആദ്യത്തെ ബെഞ്ച് മാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഇൻ്റർവ്യൂവിന് കൊടുക്കുന്നത് മൂത്ത മോൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഒരു കുട്ടിയുടെ ബെഞ്ച് മാർക്കിങ് അല്ലെങ്കിൽ അവനെ വിലയിരുത്തുന്നത് അവൻ സ്കൂളിൽ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വെച്ചിട്ടാണ്. അവനെത്രത്തോളം പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് വെച്ചിട്ടാണ് അവൻ്റെ കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശം ടെൻഡൻസിയാണ്. നമ്മളെപ്പോഴും കുട്ടികളെ കാണുമ്പോൾ അവർ ചെയ്യാത്തത് പറയുന്നതിൻ്റെ കൂടെ തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ പറയണം. അതായത് വർക്ക് ഓൺ സംവൺസ് പോസിറ്റീവ് എപ്പോഴും. അതിപ്പോൾ ജോലിയിലാണെങ്കിലും ശരി, വീട്ടിലാണെങ്കിലും ശരി. ഇപ്പോൾ ഞാൻ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഇതിങ്ങനെ സംസാരിക്കുന്നു,
അതേപോലെ ഈ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് കാര്യങ്ങളൊക്കെ പോകാൻ 2 പുസ്തകം എഴുതി, അതൊക്കെ ശരിയാണ്. അതിൽ ഞാൻ കുറേ ട്രെയിനിങ് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം തിയറിയാണ്. ഓക്കെ, തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സഭി പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അത് എനിക്ക് ഭാഷയുണ്ട്. അതേസമയം അത് അരമണിക്കൂർ ഇരുന്നിട്ട് മോനെ ഒന്ന് പഠിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല. അതെൻ്റെ സ്കിൽ സെറ്റ് അല്ല, മനസ്സിലായോ? കാരണം അത് അവൾക്കേ പറ്റുള്ളൂ. അപ്പം നമ്മളെപ്പോഴും ഓരോരുത്തർക്കും അറിയുന്ന കഴിവുകൾ വേണം നമ്മൾ ഉപയോഗിക്കാൻ. അത് തന്നെയാണ് ഈ കുട്ടികളുടെയും കാര്യം. അപ്പോൾ മ്യൂസിക് എന്നുള്ള കാര്യം അപ്പം ഞങ്ങളോട് ബാംഗ്ലൂരിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ കുട്ടികൾക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ആ കഴിവുകൾ എന്തെങ്കിലും കാണിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തരുത്. എപ്പോഴും നിങ്ങൾ പോസിറ്റീവായിട്ട് വേണം ഇവനെ അപ്രോച്ച് ചെയ്യാൻ. ഇപ്പോൾ അവനൊരു ബുക്കും പേനയും എടുത്തിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് ഒരു കളം വരച്ചിട്ട് എന്തെങ്കിലും എഴുതാൻ തുടങ്ങി കഴിഞ്ഞാൽ അതൊക്കെ പ്രോത്സാഹിപ്പിക്കുക. ചിലപ്പോൾ അവനൊരു പെയിൻറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും, ചിലപ്പോൾ മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ സൈക്കിള്, സ്കേറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ സൈക്കിൾ, സ്കേറ്റ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇൻട്രസ്റ്റുകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ എന്നാ മ്യൂസിക്കിലോട്ടൊക്കെ എത്തുന്നത് 4-5 കൊല്ലം കഴിഞ്ഞിട്ടാണ്. നമ്മുടെ ആദ്യത്തെ ഫോക്കസ് എന്തായിരുന്നു? അവനൊരു തെറാപ്പി സെൻറ്ററിൽ അസസ് ചെയ്തിട്ട് തെറാപ്പികൾ സ്റ്റാർട്ട് ചെയ്യുക. അതുതന്നെയാണ് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഓട്ടിസം മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. അതായത് റെഗുലറായിട്ട് നമ്മൾ ഇവർക്ക് തെറാപ്പീസ് കിട്ടിയിരിക്കണം. പിന്നെ വേറൊന്ന്, ഇതിൻ്റെ അഫോർഡബിലിറ്റി, നമ്മുടെ മൊത്തം ഫാമിലിയുടെ സാമ്പത്തികം എല്ലാം നോക്കിയിട്ട് വേണം ഇത് ഡിസൈൻ ചെയ്യാൻ. ഇപ്പോൾ എൻ്റെ ഈ പുസ്തകം എഴുതിയതിൻ്റെ ശേഷമുള്ള ഒരു വിമർശനം ക്രിയാത്മകമായിട്ടുള്ള ഒരു വിമർശനം തന്നെയാണ്. അത് വളരെ പ്രാക്ടിക്കലായിട്ട് തന്നെ ആൾക്കാർ പറഞ്ഞത്, നിങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ നിന്നിട്ടാണ് പറയുന്നത്. സത്യമാണ്, കാരണം അത് സത്യമാണ്, ഞാൻ അംഗീകരിക്കുന്നു. ഒരു തെറാപ്പി എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് തെറാപ്പിക്ക് നല്ല എക്സ്പെൻസാണ്. അപ്പോൾ നാട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ ഒരു സെഷന് തന്നെ, ഒരു 40 മിനിറ്റ് സെഷന് തന്നെ മിനിമം ചാർജ് 400-ഉം ഏറ്റവും ക്വാളിറ്റി ഉള്ളതിന് അല്ലെങ്കിൽ നല്ല സെൻറ്ററിലൊക്കെ 800 റുപ്പീസ് വരും. അങ്ങനെ ഒരു മാസം ഒരു ഫാമിലിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഒരു സാധാരണക്കാരൻ്റെ നിലവിൽ നിന്നുണ്ടെങ്കിൽ പാടാണ്. പക്ഷേ അതിന് ആൾട്ടർനേറ്റീവായിട്ടുള്ള മെത്തേഡ്സ് അല്ലെങ്കിൽ എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ, സപ്പോർട്ട് സിസ്റ്റം, പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിന് റെമഡി. എൻ്റെ കേസിൽ വരുമ്പോൾ ഞാനിവിടെ പറയുന്നത്, എനിക്ക് നല്ലൊരു ജോലി, നല്ലൊരു ബാക്ക്ഗ്രൗണ്ടും ഉള്ളത് കൊണ്ട് മോനിക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം കിട്ടും. അതായത് അവന് പക്ഷെ ഓവർഡൂ ചെയ്യുകയും ചെയ്യരുത്. അതായത് നമുക്ക് അവന് വേണ്ടത് 3 ദിവസം സെൻറ്ററിലുള്ള തെറാപ്പിയാണ്, അത് ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഈ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിൻ്റെ സാമ്പത്തികം ഇല്ല. നിങ്ങളെപ്പോഴും പറയുന്നത് ഇത് നിങ്ങൾ കുട്ടീനെ തെറാപ്പി കൊണ്ടാണ്, അസസ്മെൻറ്റ് കൊണ്ടാണ്. അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാംഗ്ലൂർ പോയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ടുള്ള അസസ്മെൻറ്റ് ഒരു 5000-6000 രൂപ കൊണ്ട് കിട്ടും. അത് ഇറ്റ് ഹാസ് ടു ബി റിപ്പീറ്റഡ്. എല്ലാ 6 മാസം 7 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ വീണ്ടും നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് ബാംഗ്ലൂർ കേരളത്തിലെങ്ങുമില്ല. കേരളത്തിലുണ്ട്, അത് നമുക്കറിയില്ല. ഇപ്പം പുതിയതായിട്ടുള്ള സെൻറ്ററുകൾ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ ഐഷ്, പിന്നെ കോഴിക്കോട് 1-2 സെൻറ്ററുകൾ കേട്ടിട്ടുണ്ട്, തൃശ്ശൂർ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ 2017 ഇപ്പോൾ ഒരു ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം വേൾഡിൽ ഈ ഓട്ടിസം എന്നുള്ളതിൻ്റെ ഡാറ്റ അവൈലബിൾ ആയിട്ടുള്ള ആകെ 30 വർഷത്തെ ഡാറ്റ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഇന്ത്യയിലോട്ട് വരുമ്പോൾ ലാസ്റ്റ് 10 വർഷത്തിൽ മാത്രമേ ഒരു ഡാറ്റ കളക്ട് ചെയ്തിട്ടുള്ളൂ. അതിനുള്ള ഡെവലപ്മെൻറ്റേ ഉള്ളൂ. അപ്പോൾ ഇതിനു മുന്നേ, അതായത് 20-25 കൊല്ലം മുന്നേയും ഒക്കെ ഓട്ടിസം ഉണ്ട്. പക്ഷെ നമ്മളൊന്നും അതിനെ ഓട്ടിസമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. അതൊരു മാനസിക പ്രശ്നമായിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്തേക്കുന്നത്. അപ്പോൾ ഓട്ടിസമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന കേസൊക്കെ വളരെ കുറവാണ്. അതിനുള്ള സെൻറ്ററേ നമ്മുടെ നാട്ടിലുള്ളൂ. പിന്നെ ഇത് എക്സ്പെൻസീവ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടിയുടെ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ഒരു ഇൻസ്ട്രക്ടർ വേണം. ഇത് 1-to-1 ആണ്. അപ്പോൾ ഒരു കുട്ടീനെ പഠിപ്പിക്കുന്ന സമയത്ത് വേറൊരു കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റില്ല, ക്ലാസ് റൂം അല്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ ലേബർ കോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്, അല്ലാതെ വെറുതെ ചാർജ് ചെയ്യുന്നതല്ല. നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പറയണമല്ലോ. അതായത് ഒരു ടീച്ചറിനെ വെച്ചിട്ട്, അപ്പോൾ ഒരാൾ ഒരു ദിവസം ഒരു തെറാപ്പിസ്റ്റ് ഒരു സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു 4-5 കുട്ടികളെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അവരുടെ ആ ഒരു വേജ് കൊണ്ടാണ് ഇത്. പിന്നെ ഇതിൻ്റെ എക്യുപ്മെൻറ്റും കാര്യങ്ങളും ട്രെയിനിങ്ങും ഒക്കെ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ഇത് എക്സ്പെൻസീവായിട്ട് മാറുന്നത്. അപ്പോൾ ഇവൻ മ്യൂസിക്കിലോട്ട് എത്തിയതാണല്ലോ ചോദ്യം. അപ്പോൾ ഇവൻ എന്ത് കാണിച്ചു കഴിഞ്ഞാലും അത് പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ആദ്യം കാണിച്ച ഇൻട്രസ്റ്റ് എന്താ വെച്ചാൽ, നമ്മളിവിടെ ഡിക്കാത്തലോണിൽ പോയപ്പോൾ മൂത്ത മോന് സ്കേറ്റിംഗ് ഷൂ പഠിക്കാൻ പോയതാണ്. ആ സമയത്ത് ഇവൻ പോയിട്ട് ഒരു സ്കേറ്റിംഗ് ഷൂ അങ്ങ് എടുത്തിട്ട് താല്പര്യം കാണിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു
രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഉടനെ തന്നെ നമ്മൾ പറയില്ല 250 ദിർഹംസ് പോയി കിട്ടി, ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകില്ല. കാരണം അവൻ ചെറുതാണ്, 4 വയസ്സായിട്ടുള്ളൂ, 4-5 വയസ്സായിട്ടുള്ളൂ. ഇവന് ഞങ്ങളാരും സ്കേറ്റ് ചെയ്യില്ല. മൂത്തവൻ സ്കേറ്റ് ചെയ്യണ അവൻ്റെ റെസ്റ്റിൽ പഠിച്ചതാണ്. ഇവന് എന്ത് കണ്ടിട്ടാണ് ഇത് വാങ്ങുന്നത്. പക്ഷെ നമുക്ക് ബാക്കിൽ ഈ പറച്ചിലുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ആ സ്ത്രീ പറഞ്ഞത്, പിന്നെ ലാസ്റ്റ് തെറാപ്പിസ്റ്റ് പറഞ്ഞത് എൻ്റെ മനസ്സിലോട്ട് വന്നു. കാരണം അവൻ എന്തെങ്കിലും താല്പര്യം കാണിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് അവൻ നമ്മുടെ ആദ്യം ഫ്രണ്ടിൽ ഒരു ടയറും ബാക്കിൽ 2 ടയറും വെച്ചിട്ടാണല്ലോ സ്കേറ്റ് ചെയ്യാം. അത് വെച്ചിട്ട് ഇവിടെയൊക്കെ പോകാൻ തുടങ്ങി. നെക്സ്റ്റ് ഡേ അവന് ടി വിയിൽ ഇത് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ടി വിയിൽ സ്കേറ്റ് ഒളിമ്പിക്സിൻ്റെ ഒക്കെ വീഡിയോ കാണാറുണ്ട്. ആ സമയത്ത് കണ്ടിട്ടുണ്ടെന്ന് അവൻ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവന് സംസാരിക്കാൻ അറിയില്ല. അപ്പോൾ അവൻ ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മഴത്തി പിടിച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. അവൻ ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചു. അതായത് ഈ ടയറുകൾ മുഴുവൻ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം. അതായത് ഇങ്ങനെ 2 വെച്ചിട്ടല്ല, നേരെ ആക്കണം. അങ്ങനെ നെക്സ്റ്റ് ഡേ ഒരൊറ്റ ദിവസം കൊണ്ട് ഒറ്റയ്ക്ക് അവൻ ഇൻലൈൻ സ്കേറ്റിങ് ചെയ്യാൻ തുടങ്ങി. അവൻ പിന്നെ ഒരു 1-2 മാസം ആകുമ്പോഴത്തേനും പുറത്ത് പാർക്കിലൊക്കെ സ്കേറ്റ് ചെയ്ത് നടക്കാം. ഇപ്പോൾ നന്നായിട്ട് സ്കേറ്റ് ചെയ്യും. നമ്മുടെ ഷാർജ പിന്നെ സ്കേറ്റിംഗ് പാർക്കൊക്കെ ഇല്ലേ, അവിടെയൊക്കെ പോയിട്ട് നമുക്ക് സമയമില്ലാത്ത പ്രശ്നമുള്ളൂ. ഒരു കാര്യമുണ്ട്, ഇവരുടെ പിന്നെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞില്ല. ഇവരുടെ അസസ്മെൻറ്റ് കഴിഞ്ഞിട്ട് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കൺക്ലൂഡ് ചെയ്യാൻ നമുക്ക് പാരൻസിൻ്റെ കൗൺസിലിംഗ് ഉണ്ട്. അവർ പറഞ്ഞു, നിങ്ങളുടെ മോൻ ഓട്ടിസ്റ്റിക്കാണ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണ്ടത് അവനല്ല നിങ്ങൾക്കാണ്. ക്ലിയർ അല്ലേ? അതായത് ഇവനെ എങ്ങനെ നമ്മുടെ സാധാരണ ഒരു കുട്ടീനെ നോക്കി കൊണ്ട് നടക്കുന്ന പോലെ ഇവനെ കൊണ്ട് നടക്കരുത്. അതാണ് ആദ്യത്തെ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവനെ ഇൻട്രസ്റ്റുകളൊക്കെ നമുക്ക് കൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ടാണ് മെയിനായിട്ടുള്ളത്. അതായത് സമയം പ്രശ്നം. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം സ്കേറ്റിങ്, ആഴ്ചയിൽ ഒരു ദിവസം സൈക്ലിങ്, പിന്നെ ആഴ്ചയിൽ 2 ദിവസം സ്വിമ്മിങ്, പിന്നെ ഒരു 2 ദിവസം അവന് ബോക്സിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അതായത് ഫിസിക്കൽ പ്രശ്നങ്ങളൊക്കെ അവരുടെ ഇൻട്രസ്റ്റിലൂടെ കയറ്റി വിടണം. അതായത് വെറുതെ നമ്മൾ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ കുട്ടി ചെയ്യില്ല. ഇവിടെ നിന്നിട്ട് എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യില്ല. അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും കയറ്റി വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഇതും കൂടി നടക്കും. മനസ്സിലായോ? അപ്പോൾ ബോക്സിങ്ങിന് പോകുന്നുണ്ട്. പിന്നെ സ്കൂളിൽ പോയപ്പോൾ ഒരിക്കൽ പൂളെടുത്ത് ചാടി. അപ്പോൾ നമ്മൾ സേഫ്റ്റി നടക്കാണ് സ്വിമ്മിങ് പഠിപ്പിച്ചത്. പക്ഷേ ഇൻബോൺ ആയിട്ട് ബാലൻസിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫിഷ് മൂവ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് സ്വിമ്മിങ് അവന് പെട്ടെന്ന് പഠിച്ചു. അതേപോലെ സൈക്ലിംഗ് ഒന്നും ഞാൻ പഠിപ്പിച്ചിട്ടേ ഇല്ല. മൂത്തവനെ ഞാൻ സൈക്ലിംഗ് പഠിപ്പിക്കാൻ പെട്ട പാട് എനിക്ക് അറിയുള്ളൂ. ഇവന് നമ്മൾ ആ ബാലൻസ് വീല് ഉരുന്നു അങ്ങോട്ട് ഇരുട്ടത്തേക്കാണ് വിട്ടത്. കാരണം ഇവർക്ക് ഒരു തോന്നലുണ്ട്, ഇത് ബാലൻസിൻ്റെ വീൽ എടുത്തു കഴിഞ്ഞാൽ മറിയുന്നു. അപ്പം ഞാൻ അത് മനസ്സിലാക്കിയപ്പോൾ എന്ത് ചെയ്തു, അവന് ഇരുട്ടത്തേക്ക് വിട്ടു. ഇത് ഊരിയിട്ട് ലൈറ്റ് ഇല്ലാത്തടത്ത് വിട്ടപ്പോൾ അവന് സൈക്കിളിൻ്റെ ആ ഇത് ബാലൻസ് ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഓടിച്ചു പോയി. പിന്നെ വെളിച്ചത്തോട്ട് വന്നപ്പോഴാണ് മനസ്സിലായത്, ഇത് കൊള്ളാമല്ലോ പരിപാടി, ഇത് ഞാൻ പണ്ട് മറ്റേ ബാലൻസ് ഇട്ട് ഓടിക്കുന്നതിനായിട്ട് കൂടുതൽ സ്പീഡിൽ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ഇൻട്രസ്റ്റും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവസാനം മ്യൂസിക്കിലോട്ട് എത്തിയതാണ്. അല്ല, അത് എങ്ങനെയെങ്കിലും അവൻ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് എടുത്താൽ സ്വയം ഇതായത് നമ്മൾ തന്നെ അതിനുവേണ്ടി അതിൽ പിന്നെ പൊതുവെയുള്ള ഒരു ധാരണ. അപ്പം നമ്മൾ മോൻ ഓട്ടിസ്റ്റിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ അവൻ മ്യൂസിക്കിൽ അടിപൊളിയാവും. കാരണം അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. അല്ലെങ്കിൽ വരക്കുന്ന കാര്യത്തിൽ. കാരണം അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞില്ല, ഇതൊരു അസുഖമല്ല, ഒരു ബ്രെയിനിൻ്റെ സ്റ്റേറ്റാണ്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് അറിയാം എൻ്റെ നേരെ ഒരു ക്യാമറ ഇരിക്കുന്നുണ്ട്. ഇടയ്ക്ക് നിങ്ങൾക്ക് ഐ കോണ്ടാക്ട് തരണം, ഒരുപാട് പിന്നെ മാനറിസം ഒന്നും കാണിക്കരുത്. അതൊക്കെ ഞാൻ സ്വയം തീരുമാനിക്കുന്നതാണ്. ഞാൻ സ്വയം തീരുമാനിക്കുന്നത്. അതാണ് നമ്മളെ ന്യൂറോ ഡൈവേർജൻറ്റ് ലോകത്തിൻ്റെ സ്ഥിതി. നമുക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാം. ഇവരുടെക്കാണെങ്കിൽ ഇവർക്ക് ഡൈനാമിക്കായിട്ട് തിങ്ക് ചെയ്യാനുള്ള പവർ കുറവാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ അതാണ് ക്യാമറ, നിങ്ങളിവിടെ ഇരിക്കുന്നു, അപ്പോൾ നിങ്ങൾക്ക് ഐ കോണ്ടാക്ട് വരുമ്പോൾ ഞാൻ എൻ്റെ മുഖം ഇങ്ങനെ തിരിക്കണം. ഇതൊക്കെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഇൻസ്ട്രക്ഷൻസ് പോകണം, സൈമിൾട്ടാനിയസ് ആയിട്ട് ഒരുമിച്ച് പോകണം. അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ കണക്ഷൻ ഉണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുള്ള കണക്ഷൻ്റെ ചിലതിന് നല്ല ഫങ്ഷണാലിറ്റിയും ചിലതിന് വീക്കും ആയിരിക്കും. ഇപ്പോൾ അല്ലൂസിനെ സംബന്ധിച്ചിടത്തോളം അവൻ വിഷ്വലി സൂപ്പറാണ്. അതായത് ഇപ്പോൾ അല്ലൂസേന്ന് ഞാൻ ഇവിടുന്ന് വിളിച്ചാൽ വിളി കേട്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചാൽ വരും, കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ വരും. അതെന്ന് വെച്ചാൽ അവൻ വിഷ്വൽ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്നൊരു കുട്ടിയാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ കമ്പാർട്ട്മെൻറ്റ് ഓഫ് ദ ബ്രെയിൻ, അതായത് ഓരോ ഭാഗവും ഇൻഡിവിജ്വലായിട്ട് നന്നായിട്ട് ഫങ്ഷൻ ചെയ്യും. അപ്പോൾ മ്യൂസിക്കിനൊരു ഭാഗം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കേൾക്കുന്നൊരു ഭാഗം ഉണ്ടായിരിക്കും. അപ്പോൾ
അപ്പം അതുകൊണ്ടാണ് ചില ഇമാജിനേഷന് വേറെ ഭാഗമുണ്ട്. അപ്പോൾ ഇമാജിനേഷൻ ഒരുപാടുള്ള കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ അവന് വരച്ചു തുടങ്ങുമ്പോൾ അവന് നമ്മൾ ചിന്തിക്കുന്നതിനും കൂടുതൽ ഭയങ്കരമായിട്ട് ചിന്തിക്കാൻ പറ്റും, ഭംഗിയായിട്ട് ചിന്തിക്കാം. അതുകൊണ്ടാണ് അവരുടെ വര മാത്രം അടിപൊളിയാവുന്നത്. ആ കുട്ടിക്ക് ചിലപ്പോൾ അടങ്ങിയിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ അറിയുണ്ടാവില്ല. കാരണം ഈ ഭക്ഷണം കഴിക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക സിമ്പിൾ പ്രോസസ്സാണ്. അതിൽ പ്ലേറ്റിൽ നിന്ന് നമ്മൾ വാരണം, ഫിംഗർ കറക്റ്റ് ആവണം, എടുക്കണം, ഇതെടുത്തിട്ട് മൗത്തിലോട്ട് കറക്റ്റ് പോകണം, കോർഡിനേഷൻ പോകണം, നമ്മൾ കഴിക്കണം, ചവക്കണം, ഇറക്കണം. ഇത് ചെറിയ പരിപാടിയല്ല, ചെറിയ പരിപാടി. അതെല്ലാം വർക്ക് ചെയ്യണ സമയത്ത് നമുക്ക് വളരെ ഈസിയാണ്, മനസ്സിലായോ? അതായത് അതേപോലെ നമ്മളിപ്പോൾ ബാത്റൂമിൽ പോകുമ്പോൾ ഈ കുട്ടികൾക്കെല്ലാം പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ പോകുന്നു, മൂത്രം വെച്ചിട്ട് വാടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നോർമൽ കുട്ടികൾക്ക് അത് പോയിട്ട് അറിയും. ഇവർക്ക് നമ്മൾ പഠിപ്പിക്കുന്ന മോനെ പോയിട്ട് ബാത്റൂമിൻ്റെ സ്റ്റെപ്സ്. ഞങ്ങൾ ഇവിടെയൊക്കെ എല്ലാ സ്ഥലത്തും ഓരോ സ്ഥലത്തും ഓരോ ബോർഡ് ഉണ്ടായിരുന്നു. ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രങ്ങൾ, അതിൽ സ്വിച്ച് ഓൺ ദ ലൈറ്റ്, ഡോറ് തുറക്കുക, പിന്നെ ഇത് ട്രൗസർ താഴ്ത്തി മൂത്രമൊഴിക്കുക, ഫ്ലഷ് ചെയ്യുക, കൈ കഴുകുക, എല്ലാം കഴുകുക, പിന്നെ വാഷ് ചെയ്തിട്ട് തിരിച്ചിറങ്ങുക, ഡോറടക്കുക, സ്വിച്ച് ഓഫ് ചെയ്യുക. ഇൻസ്ട്രക്ഷൻസ് ആണ്. ഒരു 5 പ്രാവശ്യം അല്ലെങ്കിൽ 10 പ്രാവശ്യം കുട്ടിക്കനുസരിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ ചിലപ്പോൾ ലൈറ്റ് ഓഫ് ആക്കാതെ തിരിച്ചു പോരും. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ഫ്ലഷ് ചെയ്യാൻ മറക്കും. ഞാൻ മറക്കാറുണ്ട്, ഫ്ലഷ് ചെയ്യാൻ മറക്കും. ഇവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉദിക്കുന്നേ ഇല്ല, മനസ്സിലായോ? ട്രെയിൻഡ് ആണ്. ആ കംപ്ലീറ്റ്നെസ് ഉണ്ടല്ലോ, അതില്ലാതെ ഒരു കാര്യം അവർ ചെയ്യില്ല. ഞാൻ ഭക്ഷണം കഴിക്കുന്നതായിട്ട് ഭംഗിയായിട്ട് അവൻ കഴിക്കും, ഒരു വറ്റ് പുറത്തു പോവില്ല. കാരണം അവൻ പഠിപ്പിച്ചേക്കുന്നതാണ്, ആദ്യം പോയിട്ട് പ്ലേറ്റ് എടുത്തുകൊണ്ട് വരണം, അവിടെ ഇരിക്കണം, പിന്നെ വെള്ളം ഉണ്ടായിരിക്കും. വെള്ളമില്ലെങ്കിൽ, വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങില്ല. ഗ്ലാസ് വെള്ളം ഇട്ടില്ലെങ്കിൽ അവൻ കഴിക്കാൻ പറ്റില്ല. പ്ലേറ്റിൽ നിന്ന് പിന്നെ പിറകിന്ന് കഴിക്കാൻ തുടങ്ങണം, ഇങ്ങനെ വാരി കഴിക്കണം. അത് കഴിഞ്ഞിട്ട് എല്ലാം തിന്നണം, വറ്റ് പുറത്ത് പോകരുത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം കൈ കഴുകണം, എന്നിട്ട് ഈ പ്ലേറ്റ് എടുത്ത് തിരിച്ചു കൊണ്ടുവെക്കണം. അതെല്ലാം കഴിഞ്ഞിട്ട് അവൻ ചെയ്യുള്ളൂ. അതായത് ഇതിൽ നമ്മൾ മാത്രം ഇവർ റോബോട്ടിക്കാണ്. എന്താണോ അങ്ങോട്ട് ഫീഡ് ചെയ്ത് തിരിച്ചു വരും. ഇനി ഇതിന് മ്യൂസിക്കിൽ എങ്ങോട്ടൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ, അതായത് ഇവർക്ക് ചില എക്സെപ്ഷണൽ കഴിവുകളുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് അവർക്ക് എല്ലാം നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. ആ കൂട്ടത്തിൽ നമ്മൾ ചില പാട്ടുകളൊക്കെ വെച്ചപ്പോൾ അവനിങ്ങനെ ആടാനൊക്കെ തുടങ്ങി. അതായത് ഇപ്പോൾ മോനെ എന്ന് നമ്മളിങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ മ്യൂസിക്കിലായി കഴിഞ്ഞാൽ തിരിച്ച് പിന്നെ റെസ്പോണ്ട് ചെയ്യും. കാരണം അവൻ ആ ടോൺ ഇഷ്ടമാണ്. അത് കുറച്ചുകൂടി റൂഡായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യില്ല. നമ്മൾ വിചാരിക്കും ദേഷ്യപ്പെട്ട കുട്ടികൾ അനുസരിക്കും, വെറുതെ തോന്നലാ, മനസ്സിലായോ? നമ്മൾ അവർക്ക് എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത് അറിയത്തില്ല. അങ്ങനെ പിന്നെ പലതും ട്രൈ ചെയ്ത കൂട്ടത്തിൽ ട്രൈ ചെയ്താണ് മ്യൂസിക്. പിന്നെയാണ് മനസ്സിലായത് അവൻ്റെ ഫിംഗറിൻ്റെ മൂവ്മെൻറ്റ് ഇതുള്ളത്. ഇപ്പോൾ ബിഹേവിയർ എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് ഈ പെരുമാറ്റം, അതായത് വെറുതെ ചാടുക, ADHD ഭാഗമുണ്ട്. ഇപ്പം അവനൊരു കീബോർഡ് പെർഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മ്യൂസിക് മെലോഡിക്ക് വായിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഈ മ്യൂസിക് വേണ്ടാത്ത സമയത്ത് അവൻ ഒതുക്കി നിർത്തലാണ്. അതേസമയം ഇത് വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണാൻ കുറച്ച് കഴിഞ്ഞാൽ അത് എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്. അല്ലൂസിൻ്റെ മാത്രമല്ല. പിന്നെ ഈ 2 ഓട്ടിസം അല്ലെങ്കിൽ ADHD ഉള്ള കുട്ടികൾ രണ്ട് ടൈപ്പാണ്. കാരണം അവർ ബർത്തിൽ എങ്ങനെയാണോ അവരുടെ ബ്രെയിൻ ഫോം ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ വയർ ചെയ്തേക്കുന്നത് അതിനനുസരിച്ച് അവരുടെ സ്വഭാവം മാറും. ചില കുട്ടികൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ആകെ ഉള്ളത് ഇരിക്കാനുള്ള പ്രശ്നമായിരിക്കും. അപ്പോൾ ഇപ്പം എൻ്റെ പുസ്തകം വായിച്ചിട്ട് ഇതാണ് ഓട്ടിസത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ ട്രെയിനിങ് എന്നല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇങ്ങനെ നിങ്ങളുടെ കുട്ടിയുടെ പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഈ പുസ്തകം എഴുതാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് മറ്റ് അങ്ങനെയുള്ള പാരൻസിന് അതൊരു ഉപകാരമാകട്ടെ, അതല്ല എൻ്റെ മെയിൻ റീസൺ. അതിൽ ഞങ്ങൾ വന്ന വഴി വളരെ ഡിഫിക്കൾട്ടാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ പിന്നെ ഒരു കോർപ്പറേറ്റ് വേൾഡിൽ കിടന്ന് കളിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അതായത് രാവിലെ ഓഫീസിൽ പോവുക, അവിടുത്തെ പ്രശ്നങ്ങൾ മാത്രം വിശ്വസിക്കുക, ഓഫീസിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചതിന് ശേഷം എത്ര വീട്ടിൽ വരിക, അതിപ്പോൾ 9 മണിയാവാം, 10 മണിയാവാം, എത്ര മണിയാവാം തിരിച്ചു വരിക. എപ്പോഴും നമ്മൾ നമ്മുടെ കരിയർ ഗ്രോത്ത്, സാമ്പത്തിക നേട്ടങ്ങൾ, കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു ലെവലുള്ള ഫ്രണ്ട്സും കാര്യങ്ങളും മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ, ഉള്ളത് പറയാലോ. അത് അല്ലൂസാണ് എന്നെ ലോകം കാണിച്ചത്. അതായത് ഇത് അല്ലൂസ് വന്നതിന് ശേഷം നമുക്ക് ഞാൻ എപ്പോഴും മുന്നോട്ട് മാത്രമേ നോക്കിയുള്ളൂ, എൻ്റെ പ്രോഗ്രസ് മാത്രമേ നോക്കിയതുള്ളൂ. എൻ്റെ പിറകിൽ ആരാണ്, എൻ്റെ സൈഡിൽ ആരാണ് നടക്കുന്നത് എന്നുള്ളൊരു ചിന്തയേ ഉണ്ടായിരുന്നില്ല. അതാണ് എന്നെ ഒരു മനുഷ്യനാക്കിയത് എന്ന് തന്നെ അല്ലൂസാണെന്ന് ഞാൻ പറയും. ഇപ്പം നിങ്ങളിവിടെ വന്നിരിക്കുന്നതിൻ്റെ കാരണം എന്താ? അല്ലൂസാണ്. അതായത് ഇപ്പം ഞാൻ 2017 വരെ നോക്കുകയാണെങ്കിൽ ഞാൻ 20 വർഷത്തോളം
ജോലി ചെയ്തിട്ടുണ്ട്. ആ 20 വർഷത്തിലുള്ള ഒരു പിന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു മാഗസിനിൽ വന്നു എന്നല്ലാതെ എനിക്ക് ബെഞ്ച് മാർക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യവും ഉണ്ടായിട്ടില്ല എക്സെപ്റ്റ് ദ മണി. അതായത് പൈസ കിട്ടുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സാലറി കിട്ടുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളോ അറിയപ്പെടാനുള്ള ഒരു കാര്യമില്ല. ഇപ്പം ഞാൻ അറിയപ്പെടുന്നത് സാബറായിട്ടല്ല, ഞാൻ തുടങ്ങി അല്ലൂസിൻ്റെ ഫാദറായിട്ടാണ്. അതേമാതിരി ഈ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ അറിയുന്ന ഒരാളായിട്ടാണ് ഞാൻ അറിയപ്പെടുന്നത്. അല്ലാതെ ഒരു IT പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ചീഫ് ടെക്നോളജി ഓഫീസറായിട്ടോ അല്ല അറിയപ്പെടുന്നത്. മനസ്സിലായോ? തീർച്ചയായിട്ടും. പിന്നെ ഇത് ചോദ്യത്തിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ പിന്നെ ഇത് എഴുതാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഞങ്ങളുടെ എത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരുപാട് നോളജ് നമ്മൾ വെച്ചിട്ട് പുതിയൊരു പാരൻറ്റ് അല്ലെങ്കിൽ ഒരു യങ് പാരൻറ്റ് പുതിയതായിട്ട് വരുമ്പോൾ അവർക്ക് ഈ ഇൻഫർമേഷനൊക്കെ അവരും ഗ്യാദർ ചെയ്യണം. അവർക്ക് സോഷ്യലി അതായത് ആൾക്കാരുടെ തുറിച്ചു നോട്ടങ്ങൾ കാര്യങ്ങളൊക്കെ അവർ ഫേസ് ചെയ്യണം. അതേപോലെ ഇത് എവിടേക്കാണ് പോകേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നുള്ള അറിയാത്തുണ്ട്. ഇതെല്ലാം കൂടി ക്രോഡീകരിച്ചിട്ട് ഒരു ബുക്കില്ല. ഒരു പാരൻറ്റിങ്ങിൻ്റെ പിന്നെ കാഴ്ചപ്പാട്, ഒരു പാരൻറ്റിൻ്റെ കാഴ്ചപ്പാടിലൊരു ബുക്കില്ല. സയൻറ്റിഫിക്കലായിട്ട് ബുക്കുണ്ട്, അതൊക്കെ ജനറിക്കാവും. അതായത് ഇന്നത് ചെയ്യണം, ഇന്നതാണെങ്കിൽ ഇന്നത് ചെയ്യണം, അത് കുറവ് സ്റ്റേറ്റ്മെൻറ്റാണ്. അത് ചിലപ്പോൾ നമ്മുടെ കുട്ടിയുടെ പിന്നെ അപ്ലൈ ചെയ്തിട്ട് വരുമ്പോഴത്തേന് ഒരുപാട് ഞങ്ങൾ മുടി കെട്ടാൻ എങ്ങനെ പഠിപ്പിച്ചത്, അവൻ മുടി കെട്ടാൻ ട്രിമ്മറിൻ്റെ സൗണ്ട് അവന് പ്രശ്നമാണ് സ്കിന്നിലെട്ടുമ്പോൾ. ഞങ്ങൾ മുടി കെട്ടാൻ എങ്ങനെ പഠിപ്പിച്ചെന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ എല്ലാ ഇൻഫർമേഷനും പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഈ പുസ്തകത്തിലോട്ട് എത്തുന്നതിനും ഒരു നാൾ വഴിയുണ്ട്. ഞാൻ 2017 തുടങ്ങിയെങ്കിലും പിന്നെ അറിഞ്ഞെങ്കിലും ചെറുതായിട്ട് എഴുതുകയൊക്കെ ചെയ്യും. അതായത് വായിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ വൊക്കാബുലറി ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ 2017 അറിഞ്ഞതിന് ശേഷം കുറേ കൂട്ടായ്മകളും കുറേ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വന്നു. അപ്പോൾ അവരുടെ ഇടയിൽ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ട്രിമ്മർ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് വേറൊരു പാരൻറ്റ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. അതായത് വെറുതെ ഇങ്ങനെ തട്ടിക്കുക, ഇവിടെ വീട്ടിലിരിക്കുന്ന സമയത്ത് വെറുതെ ട്രിമ്മറിൻ്റെ സൗണ്ട് കേൾക്കുക. അപ്പോൾ അങ്ങനെ കുറേ കാര്യം കേട്ട് കഴിഞ്ഞാൽ എൻ്റെ പേടി മാറും. അല്ലാതെ ഞങ്ങൾ നേരെ ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് സലൂണിൽ കൊണ്ടുപോയിട്ട് കുട്ടിനെ ഇരുത്തിയിട്ട് ആ സൗണ്ട് അവിടെ നിന്നാണ് അവൻ കേൾക്കണമെങ്കിൽ അവൻ അപ്സെറ്റ് ആവും. എന്തിനാണ് എന്നെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് എൻ്റെ മുടി കളയുന്നത് എന്നുള്ളത് എനിക്കിഷ്ടമില്ലാത്തൊരു സൗണ്ടും. അതേസമയം ഇതാണ് പ്രോസസ്സ്. അല്ലെങ്കിൽ പിന്നെ മറ്റേ മോൻ്റെ പിന്നെ സലൂണിൽ കൊണ്ടുപോകുമ്പോൾ ഇവനും കൂടി കൊണ്ടുപോയിട്ട് അടുത്ത സീറ്റിൽ ഇരുത്തുക. അപ്പോൾ അവൻ ഇങ്ങനെ കാണും, ഇതാണ് ഇവിടുത്തെ പരിപാടി, കുറേ ആൾക്കാർ വരുന്നു, ഓരോക്കെ മുടി വിട്ട് പോകുന്നു, മുട്ട ചെയ്തു, അങ്ങനെയാണ് ഇത് പഠിപ്പിക്കേണ്ടത് എന്നുള്ള പറഞ്ഞു തന്നത് വേറൊരു പാരൻ്റാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഷെയറിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില കുട്ടികൾക്ക് മുടി വെട്ടാൻ പ്രശ്നമേ ഉണ്ടാവില്ല, അതും കൂടി പറയണം. അപ്പോൾ 2015 ഇങ്ങനെ പറയാൻ തുടങ്ങി. 2020 ആകുമ്പോൾ ഇതൊരു ഇമോഷണൽ സബ്ജക്റ്റാണ്. ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടിരിക്കുന്ന ഉണ്ട്. കുറച്ച് എന്തെങ്കിലുമൊക്കെ തമാശയൊക്കെ പറഞ്ഞ് ഫാമിലി പിക്ചറൊക്കെ ഇങ്ങനെ നല്ലത് മാത്രം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പരിപാടിയായിരുന്നു 2020 വരെ. അപ്പോൾ ഇത് പറയാൻ എനിക്ക് മടിയുണ്ടായിട്ടല്ല. ഈ ഇമോഷണൽ സബ്ജക്റ്റ് പറയാൻ നമുക്ക് നല്ല ലാംഗ്വേജ് വേണം, അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് എഫക്റ്റാണ് വരിക. പിന്നെ അതിൻ്റെ അടിയിൽ കമൻസ് വരും, അതിന് നമുക്ക് മറുപടി പറയാനും അറിയണം. അപ്പോൾ കുറേ പ്രാവശ്യം ഞാൻ 2019 2018 ഇത് എഴുതി നോക്കിയെങ്കിലും എനിക്ക് അങ്ങ് പറയാനുള്ളൊരു ഭാഷയായിട്ടില്ല എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. 2020 ലാസ്റ്റാണ് ഞാൻ മോൻ ഓട്ടിസ്റ്റിക് ആണെന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്നത്, ഫേസ്ബുക്കിൽ പറയുന്നത്. അതിന് വളരെ നല്ല ആക്സെപ്റ്റൻസ് ആയിരുന്നു. കാരണം ഇങ്ങനെ ഒരാളും പറയാറില്ല. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരാളുണ്ട്. അത് നമ്മൾ പറയുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മൾ അതേ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. കാരണം ചിലർ വിചാരിക്കും അതൊരു എന്തിനാ നമ്മൾ പുറത്ത് പറയുന്നത്, നമ്മുടെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരെ, വേറൊരാളെ അറിയിക്കണ്ട. പക്ഷെ നമ്മളുടെ കുടുംബത്തിൽ മാത്രമല്ല, അവനെ ലോകം അറിയേണ്ടത്. ലോകം അറിയണം, നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നമ്മുടെ കുട്ടീനെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വേറെ ആരും ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അതിങ്ങനെ പിന്നെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുമ്പോഴാണ് ഇതിനകത്തുള്ള ഒരു 10-25 പേരെങ്കിലും എന്നോട് പറഞ്ഞു, എനിക്കൊണ്ടൊരു മോന്, ഞാനിങ്ങനെ ആരും പറയുന്നത് കേട്ടിട്ടില്ല, എൻ്റെ അറിവിൽ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ എനിക്കുണ്ട് ഇങ്ങനെ ഒരു മോന് ഒരു മോള്, പക്ഷേ ഞാൻ പറയുന്നത് കേട്ടില്ല. നിങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ അത്ഭുതം, അതേസമയം കുറേ സമാധാനമാണ് തോന്നിയതെന്ന് പറഞ്ഞു. അതങ്ങനെ പറഞ്ഞിട്ട് പലരും എന്നെ ഫോൺ ചെയ്തു. ഈ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ചില ആൾക്കാർ പറഞ്ഞു, എന്താ നിങ്ങൾ മോനെ എന്നെ ഇങ്ങനെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാവി എന്താകും. അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചു, ഞാൻ എൻ്റെ മോൻ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവൻ എന്ത് ഭാവിയാണ്? നമ്മൾ അംഗീകരിക്കുന്നതാണല്ലോ ഒരാളുടെ ഭാവി എന്ന് പറയുന്നത്. അതങ്ങനെ
വളരെ വൈഡായിട്ട് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ എഴുത്ത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ആ എഴുത്ത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അവൻ ഇപ്പോൾ ഈ പറഞ്ഞ ഞാൻ കുറച്ച് എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞു. അവൻ ഭക്ഷണം കഴിക്കാൻ പഠിപ്പിക്കുന്നത്, പല്ല് തേക്കാൻ പഠിപ്പിക്കുന്നത്, കുളിക്കാൻ പഠിപ്പിക്കുന്നത്, ഇതൊക്കെ സ്റ്റെപ്പ്. അല്ലെങ്കിൽ മുടി വെട്ടുന്നതിനാണ് സോഷ്യൽ മീഡിയയിലെ അഡ്വാൻറ്റേജ്. അവിടെ നമുക്ക് വീഡിയോയും ഇടാം. അപ്പോൾ മുടി വെട്ടുന്നതിൻ്റെ മുന്നേ തുടക്കത്തിലുണ്ടായിരുന്ന അവൻ്റെ ക്രാങ്കി സ്വഭാവം കാണിച്ചിട്ട് അവസാനം അവൻ ഭംഗിയായിട്ട് ഇരുന്നിട്ട് മുടി വെട്ടുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ 1 വർഷം ഗ്യാപ്പ് ഉണ്ടാവും. പക്ഷേ അതിന് സബ് ടൈറ്റിലൊക്കെ വെച്ചിട്ട് നമ്മൾ എഴുതുമ്പോൾ അത് വേറെ ആൾക്ക് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാണുന്നവർക്ക് അങ്ങനെ ഡിഫിക്കൽട്ടി ഉണ്ടാകുമ്പോൾ അവർക്ക് ഇന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. പിന്നെ 1, 2, 3 പ്രാവശ്യമായിട്ട് നോക്കിയിട്ട് നടന്നിട്ടില്ലെങ്കിലും ഒരു 10ാമത്തെ 11ാമത്തെ സ്റ്റെപ്പിൽ നിങ്ങളത് സക്സസ്ഫുൾ ആവും എന്നുള്ളൊരു മെസ്സേജും കൂടി കൊടുക്കാൻ തുടങ്ങി. അതിങ്ങനെ വന്നിട്ട് ഈ നമ്മൾ ഇന്ത്യയിൽ 25-ലോ അല്ലെങ്കിൽ ഇപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ് 20-ലോ ഒരാൾ ഓട്ടിസ്റ്റിക്കാണ്. നമ്മുടെ ഇന്ത്യയിലെ ജനസംഖ്യയുടെ 20. അത് ചെറിയ നമ്പറല്ല. നമ്മൾ 3 കോടി 3.5 കോടി ജനസംഖ്യയുള്ള കേരളത്തിൽ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് ആലോചിച്ച് നോക്കൂ. അവരൊക്കെ ഹിഡനും ചിലരൊക്കെ പുറത്ത് പറയാത്തതാണ്. അപ്പം ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോൾ ഒരു 20 പേരുള്ള ഒരു ഫാമിലിയിൽ ഒരാളുണ്ടാവും എന്നാണ് അർത്ഥം, അല്ലേ? നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ എത്ര ആൾ പറയുന്നില്ല. അപ്പം ഇങ്ങനെ വന്നപ്പോൾ ഒരു നല്ലൊരു അമ്മമാരുടെ കമ്മ്യൂണിറ്റി ഫോളോ ചെയ്യാൻ തുടങ്ങി. ഓക്കെ. അപ്പോൾ പക്ഷേ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഉണ്ട് എന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ എഴുത്ത് വളരെ എളുപ്പമാണ്. എന്താണെന്ന് വെച്ചാൽ രാവിലെ വരുന്നു, നമ്മൾ രാവിലെ വന്നിട്ട് നമുക്ക് അന്ന് തലേ ദിവസം വീട്ടിൽ എന്തോ നടന്നത് അത് നമുക്ക് കുറച്ച് ഫണ്ണിയൊക്കെ ആക്കിയിട്ട് ഒരു കവലപ്രസംഗം പോലെ അങ്ങ് പറഞ്ഞിട്ട് അതങ്ങോട്ട് കൺക്ലൂഡ് ചെയ്യാം. കണ്ടിന്യൂറ്റി വേണ്ട. അതായത് നമ്മളൊരു തുടർക്കഥയല്ലേ എഴുതുന്നത്. മോൻ ഇന്ന് നന്നായിട്ട് ഭക്ഷണം കഴിച്ചു, ഇതായിരുന്നു ഞങ്ങൾ ഫോളോ ചെയ്തിരുന്നത്, ഇത് ഇങ്ങനെ ചെയ്ത് നന്നായിട്ട്, ഇതാണ് അതിൻ്റെ വീഡിയോ, നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുക എന്ന് പറഞ്ഞിട്ട് നമുക്കത് അവസാനിപ്പിക്കാം. അതിനപ്പുറത്ത് നാളെ അവൻ വീണ്ടും ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും നമുക്ക് തുടരേണ്ട കാര്യമില്ല. അപ്പോഴാണ് നമുക്ക് നാട്ടിൽ പിന്നെ ഇത് വാട്സാപ്പ് ഗ്രൂപ്പുകളിലും അതേമാതിരി ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ആൾക്കാർ ഷെയർ ചെയ്യാൻ തുടങ്ങിയത്. അതായത് ചില സെൻറ്ററിലൊക്കെ ബേസ് ചെയ്തിട്ട് അവർ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും പാരൻസിൻ്റെ, അതിലൊക്കെ ഈ ലിങ്ക് ഇട്ടിട്ടും ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ടൊക്കെ. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരാൾ വന്നിട്ട് ചോദിച്ചതിനോട്, നിങ്ങൾക്ക് ഇതൊരു ബുക്കായിട്ട് എഴുതിക്കൂടെ, നിങ്ങൾ ഇത് ഹാഷ്ടാഗ് ഇട്ടിട്ട് എഴുതുന്നുണ്ടെങ്കിലും ശരി, ഞങ്ങൾക്ക് വീണ്ടും അത് മോനെങ്ങനെ ചോറ് തിന്നാൻ പഠിപ്പിച്ചത് അല്ലെങ്കിൽ കുളിക്കാൻ പഠിപ്പിച്ചത് നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് റെഫറൻസ് ഇല്ല, അത് കഴിഞ്ഞു, കണ്ടിന്യൂറ്റി ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എഴുതാൻ അറിയില്ല, സത്യമാണ് എനിക്ക് എഴുതാൻ അറിയില്ല, ഞാൻ എഴുതിയിട്ടുമില്ല. അപ്പോൾ പിന്നെ എന്നാലും നമുക്ക് എല്ലാവരോടും ചോദിച്ചിട്ട് ഒരു ഭൂരിപക്ഷം അഭിപ്രായം പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഒരു പോളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇത് ഒരു ബുക്ക് എഴുതാനുള്ളൊരു തീരുമാനത്തിലെത്തി. ബുക്ക് എഴുതാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഫേസ്ബുക്കിൽ എഴുത്തല്ല ഈ ബുക്കിൽ എഴുത്ത്. ഞാൻ ഏറ്റവും കൂടുതൽ സമയം എടുത്തത് അതിൻ്റെ ടേബിൾ ഓഫ് കണ്ടൻസ് എഴുതാനാണ്, അതിൻ്റെ സീക്വൻസ്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു സീക്വൻസ് വന്നില്ല, ആ സീക്വൻസ് ഇങ്ങനെ റീകളക്ട് ചെയ്ത് ഓരോ ഇൻസിഡൻ്റ് ആക്കിയിട്ട് ഓട്ടിസത്തിലോട്ട് തന്നെ എത്തുന്നതും അതിൻ്റെ അസസ്മെൻറ്റ്, പിന്നെ സോഷ്യലായിട്ട് ഞങ്ങൾ ഫേസ് ചെയ്തത്, ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്തത്, പിന്നെ ആൾക്കാരോട് പറയാറുള്ളത്, തെറാപ്പികൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, പിന്നെ അത് കഴിഞ്ഞിട്ട് മോൻ്റെ പിന്നെ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ബുക്കിൻ്റെ പകുതിയുണ്ട്. അതിങ്ങനെ മലയാളം എഴുതാൻ ഞാൻ ഏകദേശം ഒരു 9 മാസത്തോളം എടുത്തു. പിന്നെ എൻ്റെ ഇവിടുത്തെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അധികവും ഇംഗ്ലീഷാണ് ഫോളോ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ ചില ആൾക്കാർക്ക് ഇംഗ്ലീഷേ അറിയുള്ളൂ വായിക്കാൻ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു ഇംഗ്ലീഷും ഒരു എഡിഷൻ എഴുതി. ഇംഗ്ലീഷ് എഴുതാൻ ആകെ 2 മാസം എടുത്തുള്ളൂ. കാരണം അത് വെറും ലാംഗ്വേജ് നമ്മൾ ഓരോ പാരഗ്രാഫ് വായിക്കുന്നു, അത് നമ്മൾ ഇംഗ്ലീഷിലോട്ട് എഴുതുന്നു. ആ ഒരു ഫാദർ എന്നുള്ള ടച്ച് വിടാതെ, അതായത് വെറും ട്രാൻസ്ലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഇമോഷൻ പോവും, ബോണ്ട് പോവും. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ എഴുതിയതാണെങ്കിലും കണ്ടൻസും സ്ട്രക്ചറൊക്കെ ഉള്ളതുകൊണ്ട് ഇംഗ്ലീഷ് പെട്ടെന്ന് എഴുതി തീർന്നു. അപ്പോൾ പുസ്തകത്തിൻ്റെ ഉദ്ദേശം ഇത് ഷെയറിങ് തന്നെയാണ്. കാരണം ഒരു കാര്യത്തിൽ വളരെ നമുക്ക് അഭിമാനം തോന്നുന്നു. സാബിർ അല്ലൂസിനെ ഇത്രയും മനോഹരമായി എഴുതിയതിൽ അത് മറ്റുള്ള പാരൻസിനും അതൊരു അനുഗ്രഹമായിരിക്കും. കാരണം അവർ റെഫറൻസ് ബുക്സുകളൊന്നുമില്ല, ഒരു കാഷ്വലായിട്ട് അവർക്ക് അറിയാൻ വേണ്ടി നമ്മുടെ 20% വരുന്ന കുട്ടികളിൽ ഇതുണ്ട് എന്നത് ഒരു പുതിയ അറിവാണ്. ആ അറിവിൽ തന്നെ എത്ര പേർക്ക് ഇത് റെഫർ ചെയ്ത് കിട്ടുന്നു, അവർക്ക് അതിനെ ഡീറ്റെയിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിൽ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം താങ്കൾ അതിന് എടുത്ത സമയം, താങ്കൾ അതിനുവേണ്ടി
ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങൾക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ. തീർച്ചയായിട്ടും നമുക്ക് അല്ലൂസിനെ പരിചയപ്പെടാം. അല്ലൂസിൻ്റെ ആക്ടിവിറ്റീസ്, അവൻ അവൻ്റെ ഇതാണല്ലോ ആൾക്കാർ കൂടെ കാണേണ്ടത്. അപ്പം നമുക്ക് അവനിലേക്ക് പോകാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൊണ്ട്, ഇതൊരു സ്പെഷ്യൽ പാരൻറ്റിങ്സിന് മാത്രമുള്ള ഒരു ബുക്കും കൂടിയല്ല. അതായത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 2 ടൈപ്പ് മക്കളുണ്ട്. അതായത് ന്യൂറോ ഡൈവേർജൻ്റ് മക്കൾ. അവനെ ഈ ആദ്യം ഇതിൽ ഞാൻ പുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒന്നുകൂടി കംഫർട്ടബിൾ ആയത്, അല്ലെങ്കിൽ അവൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയത് അവന് ടോട്ടൽ ഇൻഡിപെൻഡൻസ് കൊടുത്തതാണ്. അതായത് പിന്നെ സാധാരണ പാരൻസും ഇത് വായിച്ചിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാലും അവർക്ക് കറക്റ്റ് നമ്മൾ അറിയുമ്പോഴാണ് നമുക്കത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എല്ലാ കുട്ടികളുടെയും നമ്മളിങ്ങനെ റോബോട്ട് പോലെ കൺട്രോൾ ചെയ്യുന്ന പോലെ കൺട്രോൾ ചെയ്യരുത്. എൻ്റെ മോന് കംപ്ലീറ്റ് ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. അവന് അവൻ്റെ കരിയർ സെലക്ട് ചെയ്യാം, അവന് എന്താണ് കോഴ്സ് പഠിപ്പിക്കാം എന്നുള്ളതൊക്കെ ആ കാര്യം കൂടിയിട്ട് ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്. അത് നല്ലൊരിതാണ്. അല്ലാതെ ഈ നമ്മൾ ഇതിലെ കാര്യങ്ങൾ വെറും സ്പെഷ്യൽ പിന്നെ പാരൻസിനും സ്പെഷ്യൽ കുട്ടികൾക്ക് മാത്രം അപ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മുടെ വീട്ടിൽ, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ, അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുപോലെ സാബിർ പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. അതായത് ഈ പല പാരൻസിൻ്റെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ എന്താണോ ആകാൻ ആഗ്രഹിച്ചത് അത് ആക്കുകയാണ് അവരുടെ മക്കളെ. അതിനുള്ള ശ്രമമാണ്. ഒരു പക്ഷേ സ്പോർട്സിൽ താല്പര്യമുള്ളൊരു കുഞ്ഞുണ്ടാവും, അവന് സ്പോർട്സ് ആയിരിക്കും താല്പര്യം. പക്ഷേ അച്ഛനും അമ്മയ്ക്കും അവന് ഡോക്ടറാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ ഒരു പക്ഷേ അവൻ്റെ കരിയർ, അവനൊരു പക്ഷേ ഈ പറയും പോലെ നമുക്ക് തന്നെ അറിയാം, ലോകത്തിലെ ഏറ്റവും സ്പോർട്സ്മാനായിട്ട് ഉള്ള ആൾക്കാർ, ഇപ്പോൾ സച്ചിൻ തെണ്ടുൽക്കറോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികളൊക്കെ ആയിരുന്നാലും അവരുടെ പാരൻസ് കൊടുത്തൊരു സപ്പോർട്ടാണ് അവർ ആ ലെവലിൽ എത്തിയത്, ഇല്ലേ? നമ്മൾ ഇപ്പോഴും നമ്മുടെ ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ അതായത് ഇടുങ്ങിയ ചിന്താഗതി. എൻ്റെ മകൻ ഡോക്ടർ ആയാൽ മതി, എൻ്റെ മകൻ എഞ്ചിനീയർ ആയാൽ മതി, അല്ലെങ്കിൽ മകൾ അങ്ങനെ ആയാൽ മതി എന്നുള്ളൊരു അത് നമ്മൾ ഈ പിന്നെ ഒരു ഒറ്റ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് ഉത്തരം പറയാൻ പറ്റും. എന്താ പറഞ്ഞാൽ നമ്മുടെ അൾട്ടിമേറ്റ് എല്ലാവരും ഉദ്ദേശം എന്താ ലൈഫിൽ സന്തോഷമായിട്ടിരിക്കുക എന്നല്ലേ. എൻ്റെ കരിയർ, എൻ്റെ ജോലി, എൻ്റെ പഠനം എന്നെ സന്തോഷിപ്പിക്കണം, എൻ്റെ മക്കൾ എന്നെ സന്തോഷിപ്പിക്കണം, എൻ്റെ ഭാര്യ എന്നെ സന്തോഷിപ്പിക്കണം, എൻ്റെ കൂട്ടുകാർ, എൻ്റെ സമൂഹം എന്നെ സന്തോഷിപ്പിക്കണം. അപ്പോൾ എനിക്ക് സന്തോഷം തരുന്ന കാര്യം എൻ്റെ മോന് ചിലപ്പോൾ സന്തോഷം തരുന്ന കാര്യമാവില്ല. മനസ്സിലായോ? അവന് സന്തോഷം വരുന്ന കാര്യമാണ് അവൻ ചെയ്യേണ്ടത്. നമുക്ക് സന്തോഷം തരുന്ന കാര്യമല്ല. അതാണ് എൻ്റെ ഉത്തരം. മനസ്സിലായോ? എല്ലാവർക്കും ഓരോരുത്തരുള്ള ഫ്രീഡം കൊടുക്കുക.
അപ്പോൾ ഞങ്ങൾ നമ്മുടെ സ്പെഷ്യൽ മാലാഖ കുട്ടിയായ അലൻ്റെ അടുത്തെത്തി. അലനുമായിട്ട് കുറേ സമയം ചിലവഴിച്ചു. അലൻ്റെ പാട്ടുകളൊക്കെ നിങ്ങൾ കേട്ടിരിക്കും. തീർച്ചയായിട്ടും അലൻ ഒരുപാട് ഉയരങ്ങളിലേക്ക് പാട്ടും, അവൻ്റെ ലോകം വലുതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അവനെ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഉപ്പ സാബിർ, താങ്ക് യു ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നത്. സന്തോഷം. This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuman.